AC Learning, powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനയും ഉറുമ്പും എന്ന കഥയാണ് കേട്ടത്. ആ കഥയിൽ നിന്നും നമ്മൾ വലുത് ചെറുത് പഠിച്ചു. ആരായിരുന്നു വലുത്? ആന. ചെറുതോ? ഉറുമ്പ് അല്ലേ? ഇന്ന് നമുക്ക് മറ്റൊരു കഥ പഠിക്കാം. ആ കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. തിത്തിരിക്കിളിയും ചങ്ങാതിമാരും. നമുക്ക് നോക്കാം. തിത്തിരിക്കിളിയുടെ ഈ ചങ്ങാതിമാരിൽ ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നൊന്ന് നോക്കിയാലോ? ഈ ചിത്രത്തിലൊന്ന് നോക്കൂ. മുകളിൽ പറന്നു വരുന്നത് ആരാണ്? തിത്തിരിക്കിളി. തിത്തിരിക്കിളിയുടെ ചങ്ങാതിമാർ എല്ലാം താഴെ നിൽക്കുന്നുണ്ട്. മക്കൾ ഓരോ കൂട്ടത്തിലും കാണുന്ന വലിയവർക്ക് ചുറ്റും ഒന്ന് വട്ടം വരച്ചേ. ഈ ചിത്രത്തിൽ രണ്ട് കുട്ടികളെ കാണുന്നില്ലേ? അവരാണ് ഇമയും അമലും. രണ്ടുപേരും തിത്തിരിക്കിളിയുടെ കൂട്ടുകാരാണേ. ഒരു ദിവസം വീടിന് പുറത്ത് കാക്കകളുടെ ഭയങ്കര ബഹളം. കാക്കകളുടെ ബഹളം കേട്ട് നമ്മുടെ ഇമയും അമലും പുറത്തിറങ്ങി. എന്താണ് കണ്ടത്? വീടിനടുത്തുള്ള ഒരു മരപ്പൊത്തിൽ ഒരു കൊച്ചു കിളി പതുങ്ങിയിരിക്കുകയാണ്. കൂട്ടം തെറ്റി വന്ന ആ കുഞ്ഞിക്കിളിയെ എങ്ങനെയെങ്കിലും അതിൻ്റെ അമ്മയുടെ അടുത്തെത്തിക്കാൻ ഇമയും അമലും തീരുമാനിച്ചു. ആ കുഞ്ഞിക്കിളിക്ക് അവർ ഒരു പേരിട്ടു. എന്താണെന്നോ? അതാണ് നമ്മുടെ കഥയുടെ പേര്, തിത്തിരിക്കിളി. എന്താണ്? തിത്തിരിക്കിളി. ഇമയും അമലും ഇല്ലാത്ത നേരം നോക്കി നമ്മുടെ ലാലിപ്പൂച്ച അവിടെ പതുങ്ങിയെത്തി. എന്തിനായിരിക്കാം അവൾ വന്നത്? തിത്തിരിയെ പിടിക്കാൻ. പൂച്ചയെ കണ്ട് ഭയന്ന തിത്തിരി എവിടെയോ ഒളിച്ചു. ഇമയും അമലും ഓടി വന്നപ്പോൾ ലാലിപ്പൂച്ചയെ കണ്ടു. അവർ വടിയെടുത്ത് പൂച്ചയെ ഓടിച്ചു. പക്ഷേ തിത്തിരിയെ കാണാനില്ലായിരുന്നു. അവർ വീട്ടിലെ എല്ലായിടവും തേടി നടന്നു. കുഞ്ഞുമക്കൾ, ഈ ചിത്രത്തിലൊന്ന് നോക്കൂ. അമൽ തിത്തിരിയെ തിരയുന്നത് എവിടെയാണ്? അലമാരയുടെ മുകളിൽ. അലമാരയുടെ മുകളിൽ. പിന്നെയോ കട്ടിലിനടിയിൽ. ഇമയാണെങ്കിൽ കട്ടിലിനടിയിൽ. അമൽ എവിടെയല്ല നോക്കിയത്? അലമാരയുടെ മുകളിൽ, ഓൺ ദ അൾമിറ. ഇമയോ കട്ടിലിനടിയിൽ, അണ്ടർ ദ കോട്ട്. അണ്ടർ ദ കോട്ട്. തിത്തിരി പക്ഷിയെ അമൽ എവിടെയാണ് നോക്കിയത്? ഓൺ ദ അൾമിറ. ഇമയോ അണ്ടർ ദ
കോട്ട് അല്ലേ? ഇനി നമ്മുടെ വർക്ക് ബുക്ക് പേജ് നമ്പർ 8 ഒന്നെടുക്കൂ. വർക്ക് ബുക്കിൻ്റെ പേജ് 8-ാമത്തെ പേജ് ഒന്നെടുക്കൂ. അതിലൊരു പപ്പായ മരം കാണുന്നുണ്ടോ? ആ മരത്തിനു മുകളിൽ ആരാണ്? പൂച്ച അല്ലേ? പപ്പായ മരത്തിൻ്റെ ചുവടെയോ? നായ. ഓൺ ദ പപ്പായ ട്രീ. പപ്പായ മരത്തിന് മുകളിൽ ആരാണ്? കാറ്റ്. അണ്ടർ ദ പപ്പായ ട്രീ. യെസ്, ഡോഗ്. പപ്പായ മരത്തിൻ്റെ മുകളിൽ പൂച്ചയും താഴെ നായയുമാണ്. അപ്പോൾ മുകളിൽ എന്നതിന് നമ്മൾ എന്തു പറയും? ഓൺ. ഓൺ. താഴെ എന്നതിനോ? അണ്ടർ. എന്താ പറയുക? അണ്ടർ. ഇനി ടീച്ചർ കാണിക്കുന്ന ചിത്രങ്ങളിൽ മുകളിലുള്ളവയ്ക്ക് ഒരേ നിറവും താഴെയുള്ളവർക്ക് മറ്റൊരു നിറവും നൽകുക. അടുത്ത ക്ലാസ്സിൽ ടീച്ചറെ കാണിക്കണേ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.